നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണിലാണോ ഇഷ്ടം, ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണിലാണോ ഇഷ്ടം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഓപ്പോയുടെ ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് ആയിട്ടുള്ള റെനോ സീരീസിലെ ഏറ്റവും പുതിയ റെനോ 11 സീരീസ് ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് എന്റെ കയ്യിലുള്ളത് റെനോ 11 Pro 5G ആണ്. കഴിഞ്ഞ കൊല്ലത്തെക്കാളും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്, ഇത് എങ്ങനെയുണ്ട് വിശദമായിട്ട് നോക്കാം. റെനോ 11 Pro 5Gയുടെ ബോക്സ് ഏകദേശം കഴിഞ്ഞ കൊല്ലത്തെ പോലെ വളരെ സിമിലർ ആണ്. ജസ്റ്റ് ആ ഒരു നമ്പർ 10ൽ നിന്നും 11ലേക്ക് മാറിയിരിക്കുന്നു. ബോക്സിനകത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻസ് ആൻഡ് ഇക്കൊല്ലം കൊണ്ടുവന്നിരിക്കുന്ന കേസ് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമുക്കൊരു നോർമൽ TPU കേസ് ആണ് ലഭിച്ചിരുന്നത്. ഇക്കൊല്ലം കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള കേസാണ് ആൻഡ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. കൂടാതെ 80 വാട്ടിന്റെ ഒരു സൂപ്പർ വൂക്ക് ചാർജറും USB Type A to Type C കേബിളും ബോക്സിനകത്തുണ്ട്. ആൻഡ് ഓപ്പോയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള സ്മൈലി ഫേസ് ഉള്ള സിം എജക്ടർ ടൂൾ. സോ ഈ സ്മാർട്ട് ഫോൺ മേടിക്കുന്നവർ ഡെഫിനറ്റ്ലി ബോക്സിനകത്ത് ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫോം ഫാക്ടറിൽ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ടും ബാക്കും കർവ്ഡ് ആണ്, മുകൾ ഭാഗം ഫ്ലാറ്റ് ആണ്, താഴ്ഭാഗം കുറച്ച് കർവ്ഡ് ആണ്. ക്യാമറ മൊഡ്യൂളിന്റെ ഷേപ്പ് മാറിയിട്ടില്ലെങ്കിലും ക്യാമറ പ്ലേസ്മെന്റ്സ് മാറിയിട്ടുണ്ട്. ഈ കൊല്ലം കുറച്ചുകൂടി ഒരു ഷിമ്മറിംഗ് എഫക്റ്റ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്റെ കയ്യിലുള്ളത് ഒരു റോക്ക് ഗ്രേ വേരിയന്റ് ആണ്. ശരിക്കും ലൈറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടില്ലേ ഒരു ചെറിയൊരു ഗ്ലോ ഫിനിഷ് വരുന്നുണ്ട്. ഇത് അവരുടെ ഓപ്പോ ഗ്ലോ ടെക്നോളജി എന്നാണ് പറയുന്നത്. ഈ ഒരു മോഡല് ഏകദേശം 7.59 mm മാത്രമാണ് തിക്കായിട്ടുള്ളത്. ഇതിന്റെ വേറൊരു മോഡലുണ്ട് പേൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ബാക്ക് സൈഡ് കാണാൻ കുറച്ചുകൂടി അപ്പീലിംഗ് ആണ്. എന്റെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ ഒരു ബാക്ക് ആണ്. അതിന്റെ തിക്നെസ് വരുന്നത് 7.66 mm ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡും ആ ഒരു ഗ്ലാസ് ഫിനിഷ് ഒക്കെ വെച്ച് കാണുമ്പോൾ കയ്യിലെടുക്കുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ഫിനിഷും പ്രീമിയം ബിൽഡും തന്നെയാണ് തോന്നിക്കുന്നത്. പ്ലസ് സ്മാർട്ട് ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 181 grams മാത്രമാണ് ഇതിന്റെ വെയിറ്റ്. സോ ആദ്യം ചോദിച്ച ചോദ്യം കർവ് ഡിസ്പ്ലേ ആണോ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണോ? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കർവ് ഡിസ്പ്ലേ ആണ്. വേറൊന്നും കൊണ്ടല്ല, ഡെഫിനറ്റ്ലി കർവ്ഡ് ഡിസ്പ്ലേ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ആരായാലും ഒന്ന് നോക്കും. കാരണം കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്, ബെസൽസ് വളരെ തിന്നാണ്. ഈ സ്മാർട്ട് ഫോണിനകത്ത് ഓപ്പോ ഒരു 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ റിഫ്രഷ് റേറ്റ് 120 Hz ഡിസ്പ്ലേ ആണ്. LTPO പാനൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 60 Hz ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ റിഫ്രഷ് റേറ്റ് 90 Hz അല്ലെങ്കിൽ 120 Hz സ്വിച്ച് ചെയ്യും. പിന്നെ ഇക്കൊല്ലം ഡിസ്പ്ലേ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് ഇതിന്റെ കളേഴ്സ് ആണ്. അതായത് നോർമലി നമുക്ക് കിട്ടുന്നത് ഒരു 8-bit ഡിസ്പ്ലേ ആയിരിക്കും. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു 10-bit ഡിസ്പ്ലേ ആണ്. കളേഴ്സ് കുറച്ചുകൂടി പഞ്ചിയാണ്, കളേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 59 ഡിഗ്രിയുടെ ഒരു കർവേച്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. പ്ലസ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ HDR10+ സർട്ടിഫൈഡ് ആണ്. ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഇൻഡോറിൽ നിങ്ങൾക്ക് 500 നിറ്റ്സ് ആണ് കിട്ടുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിന്റെ ഇടയിൽ ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 800 നിറ്റ്സ് വരെ കിട്ടും. ആൻഡ് നിങ്ങൾക്ക് പീക്ക് ബ്രൈറ്റ്നസ് 950 നിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റിൽ പുറത്ത് യൂസ് ചെയ്യുമ്പോൾ പോലും വിസിബിലിറ്റിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഫ്രണ്ടിൽ നിന്നും ഫോൺ നോക്കുന്ന സമയത്തുണ്ടല്ലോ സൈഡിലുള്ള ബെസൽസ് ഭയങ്കര കുട്ടിയാണ്. സോ നമ്മൾക്കൊരു ബെസൽലെസ് അല്ലെങ്കിൽ ബോർഡർലെസ് ഡിസ്പ്ലേയുടെ ഒരു ഫീൽ തരുന്നുണ്ട്. ഓപ്പോ റെനോ സീരീസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇതിന്റെ ക്യാമറാസ്. ഈ പ്രാവശ്യവും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈമറി ക്യാമറ 50 മെഗാപിക്സലിന്റെ സോണി IMX890 ഫ്ലാഗ്ഷിപ്പ് സെൻസർ ആണ്. പ്രൈമറി ക്യാമറയിൽ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. ഔട്ട്ഡോർ കണ്ടീഷൻസിൽ എടുത്ത ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസിന്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. വൈബ്രന്റ് ആണ്, റിച്ച് ആണ്. ഈവൻ HDR ഇക്കൊല്ലം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. വിവിധതരം ഫോട്ടോ സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓവറോൾ എനിക്ക് പ്രൈമറി ക്യാമറയിൽ നിന്നുള്ള ഔട്ട്പുട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് തോന്നിയത്. എസ്പെഷ്യലി ഇൻഡോർ ഫോട്ടോസ് ആയിക്കോട്ടെ, ഔട്ട്ഡോർ ഫോട്ടോസ് ആയിക്കോട്ടെ, നൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ, ഓവറോൾ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ടാണ് പ്രൈമറി ക്യാമറയിൽ നിന്നും തരുന്നത്. പക്ഷേ അടുത്ത ഈ കാണുന്ന ക്യാമറ ഇതൊരു 32 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതും സോണി സെൻസർ ആണ്, സോണി IMX709. ഈ ടെലിഫോട്ടോ ലെൻസിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതൊരു 2x ടെലിഫോട്ടോ ആണ് ആൻഡ് 47 mm കാലിബ്രേറ്റഡ് ആയിട്ടുള്ളത്. അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് 35 mm. സോ എന്റെ ആക്ച്വൽ പ്രൊപ്പോർഷൻ അല്ല, കുറച്ചുകൂടി എന്നെ കുട്ടിയായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ 47 mm എന്ന് പറയുന്നത് ഒരു നോർമലി ഒരു സബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കുമ്പോൾ ആളുടെ ആക്ച്വൽ പ്രൊപ്പോർഷൻ എന്താണോ അതുമായിട്ട് സാമ്യമുള്ളൊരു ഫോട്ടോസ് ആണ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ടെലിഫോട്ടോനെ പറ്റി നമുക്ക് സംസാരിക്കാം. കൂടാതെ നമുക്ക് 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 112 ഡിഗ്രി ആംഗിൾ ഫീൽഡ് ഓഫ് വ്യൂ ആണ് വരുന്നത്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് പഞ്ച് ഹോൾ കട്ടൗട്ട് ആണ്. അതിനകത്താണ് 32 മെഗാപിക്സലിന്റെ ക്യാമറ വരുന്നത്. ഇതും സോണി IMX709 സെൻസർ ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടി കസ്റ്റമൈസ്ഡ് സെൻസർ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് 0.8x, അതായത് വലിയ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടാനായിട്ടും, അതേപോലെ 1x കൂടാതെ പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2x ആ ഒരു കുറച്ചുകൂടി നല്ല പ്രൊപ്പോർഷൻ കിട്ടാനായിട്ടുള്ള 2x എന്നുള്ള രീതിയിലും ഫോട്ടോസ് സെൽഫീസ് എടുക്കാനായിട്ട് പറ്റും. നോർമലി ഓപ്പോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സെൽഫീസിൽ നിങ്ങൾക്കറിയാം കുറച്ചുകൂടി സ്കിൻ ടോൺ ഒക്കെ ബ്രൈറ്റൻ ചെയ്ത് നല്ലൊരു രീതിക്കുള്ള ഔട്ട്പുട്ടാണ് കൊണ്ടുവരുന്നത്. അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക്
4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഏകദേശം ഇത്തരത്തിലുള്ള ഒരു 4K ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടും എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് കൺട്രോൾ ചെയ്ത് ക്രിസ്പ് ആയിട്ടുള്ള ഒരു 4K വീഡിയോ ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇനി എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ ഫ്രണ്ട് ക്യാമറ നല്ലതാണെങ്കിലും അതിലൊക്കെ 1080p 30 FPS 60 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. 4K റെക്കോർഡിംഗ് കിട്ടാറില്ല. പക്ഷേ ഓപ്പോ റെനോ 11 പ്രോയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. യെസ്, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പോ റെനോ 11 പ്രോ 5Gയുടെ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4K 30 FPS ഫുട്ടേജ് ആണ്. ആൻഡ് ഇത്തരത്തിലായിരിക്കും ഇതിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടും. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രണ്ടിൽ 4K വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 4K വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു 2x മോഡിലിട്ട് കുറച്ചുകൂടി അടുത്ത് എൻ്റെ പ്രോപ്പർ പ്രൊപ്പോർഷനുള്ള രീതിയിലുള്ള വീഡിയോസ് എടുക്കാനായിട്ടും പറ്റുന്നുണ്ട്. യെസ്, സോ നമ്മുടെ താരത്തിലേക്ക് വരാം. മെയിൻ ടെലിഫോട്ടോ ക്യാമറ 32 മെഗാപിക്സലിലെ ഒരു ടെലിഫോട്ടോ ക്യാമറ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു HD ലെവലിലുള്ള ഒരു പോർട്രേറ്റ്സ് തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ബൊക്കെ മോഡ്സ് ലഭിക്കുന്നുണ്ട്. യെസ്, ഒരു DSLR ക്യാമറയിലൊക്കെ എടുക്കുന്നത് പോലെയുള്ള ഒരു ബൊക്കെ മോഡ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ എന്ന് മാത്രമല്ല, ഇതിനകത്ത് അവർ പോർട്രേറ്റ് എക്സ്പേർട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് വെളുപ്പിക്കൽ മാത്രമല്ല, നമ്മുടെ പ്രൊപ്പോർഷൻസ്, കോണ്ടോഴ്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് സ്കിന്നിൻ്റെ ടൈപ്പും അതേപോലെ സ്കിന്നിലുള്ള ഓരോ ഫീച്ചേഴ്സും അതേപോലെ ഫേസിലുള്ള ഫീച്ചേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് എന്നാൽ ഫൈനൽ ഔട്ട്പുട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊടുക്കുന്ന രീതിക്കാണ് ഇത്തവണ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും എഡ്ജ് ഡിറ്റക്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ അത്യാവശ്യം നല്ല പോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ 32 മെഗാപിക്സൽ സെൻസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ സെൻസർ സൂമിങ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മെയിൻ ആക്ച്വൽ ഫിസിക്കൽ ഒപ്റ്റിക്കൽ സൂം അല്ല എങ്കിലും സെൻസർ തന്നെ ക്രോപ്പ് ചെയ്ത് 5x വരെ സൂം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഡീറ്റെയിലിംഗ് അത്രത്തോളം നഷ്ടപ്പെടാതെ തന്നെ. കൂടാതെ ഇതിനകത്ത് ഓപ്പോയുടെ ഹൈപ്പർ ടോൺ ഇമേജിംഗ് എഞ്ചിൻ ഉണ്ട്. ഓപ്പോയുടെ ഫ്ലാഗ്ഷിപ്പ് അൽഗോരിതമാണ്. അതായത് മൾട്ടിപ്പിൾ അൺകംപ്രസ്ഡ് റോ ഇമേജസ് എടുത്ത് അത് എയുടെ സഹായത്തോടു കൂടി നോയ്സ് കളയുക, ഡീമൊസൈക്ക് ചെയ്യുക, അതിനുശേഷം കുറച്ചുകൂടി നല്ലൊരു ക്ലാരിറ്റിയും ഡൈനാമിക് റേഞ്ച് എല്ലാം തരിക എന്നുള്ളതാണ്. അതായത് നേരത്തെ എടുത്തപ്പോൾ ഒരു വൈറ്റ് വാഷ് ചെയ്ത ഇമേജസ് പോലെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഒരു എഞ്ചിനോട് കൂടി കുറച്ചുകൂടി പോപ്പി ആയിട്ടുള്ള റിച്ച് ആൻഡ് കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കും. സോ ക്യാമറ വൈസ് ഡെഫിനറ്റ്ലി ഈ ഒരു സ്മാർട്ട് ഫോൺ ലാസ്റ്റ് ഇയറിനെക്കാളും എത്രയോ നല്ല രീതിയിൽ ഔട്ട്പുട്ടിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പവർ ചെയ്യുന്ന പ്രോസസർ മീഡിയാടെക്കിന്റെ Dimensity 8200 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ഇതൊരു 5G ചിപ്സെറ്റ് ആണ് എന്ന് മാത്രമല്ല, ഇതിനകത്ത് ലിങ്ക് ബൂസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ലിങ്ക് ബൂസ്റ്റ് ടെക്നോളജി വെച്ചാൽ, നോർമലി ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തിട്ട് ലിഫ്റ്റിലൊക്കെ കയറി പോകണമെങ്കിൽ എന്ത് പറ്റും, കോൾ ഡിസ്കണക്ട് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ബേസ്മെന്റിലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നെറ്റ് ഒന്നും കിട്ടാതാവും. സ്പെഷ്യലി ഒരു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. എന്നാൽ അതിനെ ബൂസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കണക്ടിവിറ്റി ലഭിക്കാനായിട്ടാണ് ഈ ഒരു ലിങ്ക് ബൂസ്റ്റ് വന്നിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിൽ ഞാൻ AnTuTu റൺ ചെയ്ത് നോക്കി, ഏകദേശം 9 lakhs സ്കോറാണ് AnTuTuവിൽ വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ എന്ന് പറയാനായിട്ട് പറ്റില്ല, പക്ഷേ ഡേ ടു ഡേ ടാസ്കുകൾക്ക് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. പിന്നെ ഓപ്പോ തന്നെ അവരുടെ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിച്ചിട്ട് ക്ലോസ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടിയ ഒരു ഔട്ട്പുട്ട് ചെയ്യുന്നത് 48 മാസം വരെയും ഫ്ലൂവൻസി, അതായത് 48 months ഫ്ലൂവൻസി പ്രൊട്ടക്ഷൻ, 48 മാസം വരെയും യാതൊരു ലാഗും ഗ്ലിച്ചും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് അവരൊരു എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. എന്തായാലും ഓവറോൾ പെർഫോമൻസ് പ്രോസസർ കൊണ്ട് മാത്രമല്ല നമുക്ക് അളക്കാനായിട്ട് പറ്റുന്നത്, ഇതിന്റെ റാം സ്റ്റോറേജും നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് LPDDR5X റാം ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്റ്റോറേജ് UFS 3.1 ആണ്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്, ഫാസ്റ്റ് ആയിട്ടുള്ള റാം ആണ്. ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് റാം എക്സ്പാൻഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതായത് 12GB വരെ നിങ്ങൾക്ക് റാം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫോണിൽ നമുക്ക് 12GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജിന്റെ ഒരൊറ്റ വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു IR ബ്ലാസ്റ്റർ ഉണ്ട്. ഇതിനകത്ത് IR റിമോട്ടിന്റെ ഫെസിലിറ്റിയും വരുന്നുണ്ട്. ഫോൺ തിന്നാണ്. ഇതിനകത്ത് 4600 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ 80 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ 24% ചാർജ് കയറും. 28 മിനിറ്റിൽ നിങ്ങൾക്ക് ഫുൾ ചാർജ് ആവും. പിന്നെ ഉണ്ടല്ലോ ആ ഒരു ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്യാം. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് Android 14 വരുന്നത്. ColorOS 14 ആണ് ഇതിനകത്തുള്ളത്. ColorOS 14 കുറച്ചധികം ഫീച്ചേഴ്സിന്റെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫയൽ ഡോക്ക് ആണ്. അതായത് സൈഡിൽ നിങ്ങൾക്കൊരു ഫയൽ ഡോക്ക് വന്ന് കിടക്കും. ഇപ്പോൾ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം, കട്ട് പേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡോക്കിലേക്ക് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ടെക്സ്റ്റ് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമുക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈവൻ
ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കുക ആ സ്ക്രീൻഷോട്ടിൽ. ആ ഒരു ഇമേജ് പോലെ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കോപ്പി ചെയ്ത് ഈ ഫയൽ ഡോക്കിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഗാലറിയിൽ നമ്മൾ എടുത്ത ഫോട്ടോസിൽ സബ്ജക്റ്റിനെ മാത്രമായിട്ട് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. കട്ടൗട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ഫയൽ ഡോക്കിലേക്ക് ഇടാനായിട്ടും പറ്റും. ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് കുറച്ചുകൂടി താഴെയായിട്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വന്നിരിക്കുന്നത്, ബട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. സോ ഓവറോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഡേ ടു ഡേ ടാസ്കുകൾക്കെല്ലാം വളരെ സ്മൂത്ത് ആണ്. ആൻഡ് ക്യാമറാസ് എസ്പെഷ്യലി കഴിഞ്ഞ പോലത്തേക്കാളും നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 4K റെക്കോർഡിംഗ് ഫ്രണ്ടിലും ബാക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പോർട്രേറ്റ്സ് നല്ല പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് അറിയാത്തത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എത്രയാണ് എന്നാണ്. യെസ്, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതിൻ്റെ പ്രൈസ് അറിയില്ല. സോ എന്തായാലും പല റൂമേഴ്സും ലീക്സും എല്ലാം കേൾക്കുന്നത് ഒരു 30,000 to 40,000 ഇടയിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ്. കഴിഞ്ഞ കൊല്ലം ഓപ്പോ റെനോ 10 സീരീസിന് പറ്റിയത് അവർ ലോഞ്ച് ചെയ്ത ആ ഒരു പ്രൈസ് പോയിന്റ് ആണ്. ആൻഡ് ഇക്കൊല്ലം ഇത് ഏത് പ്രൈസ് പോയിന്റിലാണ് ലോഞ്ച് ചെയ്തത് എന്നനുസരിച്ചിരിക്കും ഇത് എത്രത്തോളം നല്ലൊരു സ്മാർട്ട് ഫോൺ ആണ് എന്ന്. ഇക്കൊല്ലം നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസ് പോയിന്റ് തന്നെയായിരിക്കും ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. നമ്മൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. സ്മാർട്ട് ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം.